സാധാരണക്കാരുടെ ഇഷ്ടവിഭവമായ ചിക്കന് വിപണിയിൽ പൊള്ളുന്ന വില. 6 മാസക്കാലത്തോളമായി വില 160-ന് മുകളിൽ തുടരുകയാണ്. മത്സരാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ ചെറുകിട ഫാമുകൾ അടച്ചുപൂട്ടിയതാണ് വില കുത്തനെ ഉയരാൻ കാരണം. 6 മാസത്തോളം കാലമായി കേരളത്തിൽ ചിക്കൻ വില ഉയർന്ന നിലയിൽ തുടരുകയാണ്. ശരാശരി 125 രൂപയിൽ താഴെ മാത്രമുണ്ടായിരുന്ന വിലയാണ് ഉയർന്ന് 170-ന് അടുത്തെത്തിയിരിക്കുന്നത്. മാർക്കറ്റുകളുടെ വ്യത്യാസം അനുസരിച്ച് 165-നും 170-നും ഇടയിലാണിപ്പോൾ ശരാശരി വില. വില കുത്തനെയുയരാനുള്ള കാരണം കേരളത്തിലെ ചെറുകിട കോഴി ഫാമുകൾ അടച്ചുപൂട്ടിപ്പോയതാണ്. കോഴിക്കുഞ്ഞിന് 65 രൂപ വരെ വിലയുയർന്നതും കോഴിത്തീറ്റയുടെ വിലയുയർന്നതും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നികുതിയും പ്രാദേശിക എതിർപ്പുകളും എല്ലാം കൂടി ചേർന്ന് ചെറുകിട കോഴി ഫാമുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം രൂപം കൊള്ളുകയായിരുന്നു. ഇപ്പോൾ വിപണി നിയന്ത്രിക്കുന്നത് തമിഴ്നാട്ടിലെ വൻകിട കോർപ്പറേറ്റ് കർഷകരാണ്. ഇതോടൊപ്പം ചിക്കൻ്റെ ആവശ്യം വർദ്ധിച്ചതും വില ഉയരാൻ കാരണമായി. കേരളത്തിലേക്ക് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് അറവുമാടുകൾ വരുന്നത് പ്രാദേശിക എതിർപ്പുകൾ മൂലം കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ബീഫിൻ്റെ ലഭ്യതയിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 500 രൂപ വരെ ബീഫ് വില ഉയർന്നിട്ടുമുണ്ട്. ഇതും ചിക്കൻ്റെ ആവശ്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. വില കുറയാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കാണുന്നില്ലെന്നാണ് വ്യാപാരികളും പറയുന്നത്. തീറ്റക്കൂലി ഭയാനകമായി വർദ്ധിച്ചപ്പോൾ, കുഞ്ഞിൻ്റെ കൂലി 65 രൂപയായി വർദ്ധിച്ചപ്പോൾ കർഷകൻ ഇത് മുതലാകാത്തത് കൊണ്ട് ചെറുകിട കച്ചവടക്കാരെല്ലാം ഈ ജോലി ഉപേക്ഷിച്ചു പോയി. ഇപ്പം ഇത് തമിഴ്നാട് കേന്ദ്രീകരിക്കുന്ന ഒരു തമിഴ് ലോബിയുടെ കയ്യിലാണ് ഈ ഇറച്ചിക്കോഴി വ്യവസായം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ഇറച്ചിക്കോഴി ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന മാംസവിഭവത്തിൻ്റെ വില അടിക്കടി ഉയർന്ന് നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.